ഗായ്സ്, അപ്പോൾ മക്കളെയൊക്കെ സ്കൂളിൽ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഒരു പട്ടി വന്നു. പട്ടി എന്ന് വെച്ചാൽ കടിക്കാനായിട്ട് വന്നു. പിള്ളേർ അടുത്താണ് വന്നത്. എന്തോ വീട്ടിൽ വളർത്തുന്ന പട്ടിയാന്ന് തോന്നുന്നു. പേടിയൊന്നും തോന്നിയില്ലായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഓടിച്ച് കളഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് മക്കളുടെ പാത്രങ്ങൾ ആദ്യം എടുക്കലാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ജോലി. അങ്ങനെ പിന്നെ പാത്രമെല്ലാം കഴുകി വെച്ചാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറി. ഇന്ന് ചോറ് കൊണ്ടുപോയതുകൊണ്ട് വന്നിട്ട് ചോറ് കഴിക്കാറില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് മാഗി ഉണ്ടാക്കി കൊടുക്കാം. അന്ന് മാഗിയൊക്കെ വന്ന് ചോറ് കൊണ്ടുവന്ന ദിവസം അവർക്ക് വൈകിട്ട് ചോറ് കഴിക്കാൻ താല്പര്യമില്ല. പിന്നെ വിചാരിച്ച് മാഗി ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അതിനകത്ത് 2 ചീസൊക്കെ ഇട്ട് മാഗി ആക്കി കൊടുത്തു. പാലും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കാച്ചാൻ വെച്ച് പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു വെച്ചിട്ട് എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഈ പാല് തിളയ്ക്കുന്ന വരെ അടുത്ത് നിൽക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണ് വരുമ്പോഴേ ആ പാല് തിളച്ച് ആ ഗ്യാസിൻ്റെ അടുത്ത് വീഴും. പിന്നെ അണ്ണ ഇവിടെ പോകാൻ വേണ്ടി പുറത്തൊഴിഞ്ഞ് നിന്നപ്പോൾ ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ചായ ഇട്ട് കൊടുത്തിട്ട് ഓണ പ്രോഗ്രാമിന് ഇതുവരെയായിട്ട് ഞാൻ ഡ്രസ്സ് തയ്ച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് ഓണപരിപാടിയാണ്. അപ്പോൾ പിന്നെ അതും തയ്ക്കാൻ കൊടുത്തിട്ടു. രാത്രി ആയപ്പോഴത്തേനും അണ്ണൻ്റെ കൂടെ പിരിവിന് പോയി. വരുന്ന വഴിക്കാണെങ്കിൽ ഒരു ഷവർമ്മ എന്നെ ഒരു കൊതി തോന്നി. അങ്ങനെ ഒരു ഷവർമ്മയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാനും അണ്ണനും കൂടി പകുതി എടുത്ത് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. കാരണം ഇങ്ങനെയൊക്കെ തിന്നൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത്രയുള്ള അടുത്ത